മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാർക്കോയുടെ ട്രെയിലർ ഞാൻ ആദ്യമേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് അന്നേ എനിക്ക് തോന്നിയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിനകത്ത് ജഗദീഷിൻ്റെ റോളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാം. പിന്നെ അതിൽ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദനാണെങ്കിലും കൂടുതലും നമുക്ക് പഴയ ആരാധകനായിട്ട് അതിൻ്റെ ഉണ്ടായിരുന്നത് ജഗദീഷാണ്. ജഗദീഷിന് ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പം അദ്ദേഹത്തിന് നല്ല സീരിയസ് ആയിട്ട് ഒരു ഫേസ് ആയിരുന്നു. ഒരു വില്ലൻ്റെ റോളൂടെ കൊടുത്തപ്പോഴത്തേക്ക് ആ സിനിമ കിടിലാക്കി അങ്ങോട്ട് ഇറക്കി. ഹനീഫ് അദാനിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഉണ്ണി മുകുന്ദൻ്റെ റോളും വളരെ നല്ലതായിരുന്നു. അവർ നല്ല രീതിയിലാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന രീതിയിൽ ഒരു പ്രമേയമാണ് അവരെടുത്തിരിക്കുന്നത്. അതായത് പഴയ സിനിമകളിലൊക്കെ പോലെ തന്നെയാണ് കുടിപ്പക എന്ന് പറയുന്ന ഒരു പ്രമേയമാണ് അവരെടുത്തിരിക്കുന്നത്. ആ എടുത്ത പ്രമേയം, ആ എടുത്ത കഥ അവർ നല്ല രീതിയിൽ പുതിയ തലമുറയ്ക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ക്രൈം ഉണ്ടായിരുന്നു. കാര്യം മനുഷ്യരെ കൊല്ലുന്ന രീതി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കാണിച്ചായിരുന്നു. കാര്യം അത് ദ്രവിച്ചു പോകത്തക്ക രീതി, അതായത് മനുഷ്യരെ ആരെങ്കിലും കൊന്നാൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അതിൽ ശ്രദ്ധ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഒരു ക്രൈം ഇതിലും ഉണ്ട്. ഒരു സ്പിരിറ്റിൽ ഒരു എന്തോ സ്പിരിറ്റാണോ എന്തോ കെമിക്കലായിട്ടുള്ള എന്തോ ഒരു സാധനത്തിൽ മനുഷ്യനെ ഇട്ടിട്ട് കൊല്ലുന്ന ഒരു രംഗം ഇതിലും ഞാൻ കണ്ടിരുന്നു. അപ്പം പുതിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പുതിയ തലമുറ എങ്ങനെ എടുക്കും ഇല്ല എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എങ്കിലും സിനിമ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി. ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ പല റിവ്യൂസും ഞാൻ പരിശോധിച്ചായിരുന്നു. അപ്പോഴിങ്ങനെ പറയുന്നുണ്ടായിരുന്നു സിനിമ കണ്ട് ഓരോരുത്തർ തിയേറ്ററിൽ ബോധം കെട്ട് വീണു. ഇനി ഫേക്ക് ന്യൂസാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ന്യൂസ് ഞാൻ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിലെ മർഡർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാർ ബോധം കെട്ട് വീണില്ലെങ്കിലേ ഉള്ള അതിശയം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടി അതിനകത്ത് വരുന്നുണ്ട്, ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടൊരു വാഹനം. അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ്റെ വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഉണ്ണി മുകുന്ദന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് കുറേ പേരെ ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ എന്താ പറയുന്ന പണ്ട് നമ്മൾ മരം കട്ട് ചെയ്യാൻ ഉപയോഗിക്കത്തില്ലേ, അതേപോലെയുള്ള കട്ടർ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൊന്നു കളയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് നോക്കി കണ്ടിരിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ് അവരത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം പലരും ബോധം കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ ഇൻ്റർവെൽ ഭാഗം കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിനകത്ത് നടക്കുന്ന കുറച്ച് സീൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അപാരം. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തക്ക രീതിയിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു പ്രസവ സമയം കാണിക്കുന്നുണ്ട് ഒരു പെൺകുട്ടീനെ. അതിനകത്തൂടെ ആ കുട്ടി എടുക്കുന്നത്, പക്ഷെ അത് നമുക്ക് മൃഗത്തിന് തുല്യം അങ്ങനെയൊക്കെ പറയുന്ന ഒരു മൃഗീയമായ രീതിയിലുള്ള ഒരു സംഭവം കാണിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കേ ടെൻഷനാണ് അതിനകത്ത്. കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് നമ്മളൊരു ഊപ്പാട് വരും. അങ്ങനത്തെ ഉള്ള സീനുകളാണ് ആ ഇൻ്റർവെല്ലിന് ശേഷം അവരെ വീട്ടിൽ കാണിക്കുന്ന സീൻ. മൊത്തം ആൾക്കാരെ കൊല ചെയ്യുന്നത്, കവളൊക്കെ ഇങ്ങനെ കീറിയിട്ട് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിയർ തോന്നും. ലാസ്റ്റ് ഈ ചെറിയ ബേബിയെ രക്ഷിക്കാനായിട്ട് ഉണ്ണി മുകുന്ദൻ വരുന്ന ഒരു സീനുണ്ട്. അത് പറഞ്ഞ കണക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് അതും ഉണ്ടാകുന്നത്. കാര്യം അതിനകത്ത് ലാസ്റ്റ് ആ വില്ലനെ കൊല്ലുന്ന ഒരു രംഗമാണ് അതിനകത്ത് കാണിച്ചിരുന്നത്. ലാസ്റ്റ് ആ കുട്ടിയുമായിട്ട് മടങ്ങിപ്പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹനീഫ് അദാനി ഡയറക്റ്റ് ചെയ്ത പടം വളരെ നല്ലതായിരുന്നു. എല്ലാവരും അത് ഏറ്റെടുത്ത സിനിമയാണ്. ഞാനും കുട്ടികളും എല്ലാവരും കണ്ടു. അവർക്കും ആ സിനിമയോട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ സിനിമ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം വീണ്ടും നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.